ഉസൈരിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മഹാനായ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശത്രുത വെച്ച് നടക്കുന്ന ആളായിരുന്നു. ഒരു യുദ്ധം നടക്കുമ്പോ ആ യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു വന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് അനുകൂലമായി യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നവരാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ അള്ളാഹുവിന്റെ ഹബീബ് ഒരു വാൾ അദ്ദേഹത്തിന് സമ്മാനമായി നൽകി. ആ വാളുമായി രണാങ്കണത്തിലേക്ക് ചെന്നു. ധീരമായി പോരാടി രക്തസാക്ഷിത്വം വഹിച്ചപ്പോ ആ ചെറുപ്പക്കാരന്റെ ശരീരത്തിലേക്ക് ഒരുപാട് വെട്ടുകളും കുന്തങ്ങൾ കൊണ്ടുള്ള ഏറിന്റെ പാടുകളും ഉണ്ടായിരുന്നു. അങ്ങനെ ആ ചെറുപ്പക്കാരൻ ആ യുദ്ധക്കളത്തിൽ ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറുപ്പക്കാരന് ആ സഹോദരനെ മറമാടാൻ വേണ്ടി തയ്യാറായി. ഒരു നിസ്കാരം പോലും ആ ചെറുപ്പക്കാരൻ നിസ്കരിച്ചിട്ടില്ല. ജീവിതത്തിൽ ഒരു നിസ്കാരം പോലും, ഒരു സുജൂദ് പോലും ചെയ്യാത്തൊരു ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറമാടാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ നബി തങ്ങൾ പെട്ടെന്ന് ഖബറിടത്തിൽ നിന്ന് മാറി നിന്നു. അപ്പോഴാണ് സ്വഹാബാക്കൾ ചോദിച്ചത്, എന്റെ നബിയെ നിങ്ങൾ പെട്ടെന്ന് ഖബറിടത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള കാരണം? ആ സമയത്താണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഹൂറുൽ ഈങ്ങളായ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധീരമായി പോരാടി രക്തസാക്ഷിത്വം വഹിച്ചതിന്റെ പേരിൽ ഖബറിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി ഹൂറുൽ ഈങ്ങളായ ഒരുപാട് ആളുകൾ കടന്നു വന്നിട്ട് അദ്ദേഹത്തിന്റെ കഫം കൂടെ മാറ്റുന്നത് ഞാൻ കാണാനിടയായി. അതുകൊണ്ടാണ് ഞാൻ മാറി നിന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഗസീലുൽ മലായിക എന്ന് പറയുന്ന മഹാനായ ഹല്ലല റളിയല്ലാഹു അൻഹു അദ്ദേഹം എന്ത് ചെയ്തു? രാത്രി തന്റെ ഭാര്യയുമായി കിടപ്പറ പങ്കിടുമ്പോഴാണ് യുദ്ധത്തിന്റെ വിളിയാളം കേൾക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ വിളിയാളം കേട്ടപ്പോ ജനാബത്ത് കുളിക്കാൻ പോലും തയ്യാറാവാതെ രണാങ്കണത്തിലേക്ക് ഇറങ്ങി. എന്നിട്ട് ധീരമായി പോരാടി അവിടെ രക്തസാക്ഷിത്വം വഹിച്ചപ്പോ എവിടെയാണോ അദ്ദേഹത്തിന്റെ മയ്യിത്തുണ്ടായിരുന്നത് അവിടെ വെള്ളത്തിന്റെ പാടുകൾ കണ്ടു. അദ്ദേഹം ജനാബത്തുകാരനായിരുന്നു. മലക്കുകളാണ് അദ്ദേഹത്തെ കുളിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ഖബറിൽ വെച്ച് മറമാടുമ്പോഴും അള്ളാഹുവിന്റെ ഹബീബ് വിരലിൽ ഊന്നിയിട്ടാണ് നടന്നത്. അപ്പോൾ മഹാന്മാരായ സ്വഹാബാക്കൾ ചോദിച്ചില്ലയോ, എന്റെ നബിയെ നിങ്ങൾ ഇങ്ങനെ കാലിന്റെ വിരലിൽ ഊന്നി നടക്കാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അവിടെ മലായികകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിരലിൽ ഊന്നി നടക്കുന്നത്. അതുപോലെ ഒരുപാട് ഹൂറുൽ ഈങ്ങൾ ആ ഖബറിടത്തിലുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞെങ്കിൽ, അല്ലാഹുമ്മ അബ്ദിൽഹു സൗജൻ ഖൈറൻ മിൻ സൗജിഹി, അല്ലാഹുവേ ഇയാളുടെ ഭാര്യയെക്കാളും നല്ല ഭാര്യ നീ ഖബറിൽ നൽകണേ അല്ലാഹ്, ഇയാളുടെ ഭർത്താവിനെക്കാളും നല്ല ഭർത്താവിനെ നീ ഖബറിൽ നൽകണേ എന്ന് ദുആ ചെയ്യുമ്പോ ഇവിടെ അല്ലാഹുവിനെ പേടിച്ച് അല്ലാഹു പറഞ്ഞതുപോലെ ജീവിച്ച് തെറ്റിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ കണ്ണുകളെ ഹറാം കാണാതെ അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞുകൊണ്ട് രാത്രി അല്ലാഹുവിന് വേണ്ടി ഉറക്കൊഴിക്കാൻ തയ്യാറായി നമ്മുടെ കണ്ണുകളെ അല്ലാഹുവിന് വേണ്ടി നമ്മൾ ചെലവഴിച്ചാൽ, നമ്മുടെ അവയവങ്ങളെ അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ നമ്മൾ തയ്യാറായാൽ ഇൻഷാ അല്ലാഹ് ഇത്തരം ഖബറിടങ്ങളാണ് അല്ലാഹു നമ്മൾക്ക് വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ളത്. അല്ലാഹുമ്മ അബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി, അല്ലാഹുവേ ഇയാളുടെ നാട്ടിലുള്ള കുടുംബക്കാരെക്കാളും നല്ല കുടുംബക്കാരെ നൽകണേ അല്ലാഹ്. വജീറാനൻ ഖൈറൻ മിൻ ജീറാനിഹി, അല്ലാഹുവേ അയൽവാസികളെക്കാളും നല്ല അയൽവാസിയെ നൽകണേ അല്ലാഹ്. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, അല്ലാഹുവിനെ വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ രാവിലെ സുബഹി നിസ്കാരത്തിന്റെ മുമ്പേ തഹജ്ജുദ് നിസ്കാരത്തിന് ഉണർന്ന് സുബഹി നിസ്കാരത്തിന്റെ മുമ്പേ 5:30 മണിക്കാണ് ബാങ്ക് വിളിക്കുന്നതെങ്കിൽ മിനിമം ഒരു 5 മണിക്കെങ്കിലും എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിനോട് സുബഹി നിസ്കാരം വരെ, സുബഹിന്റെ ബാങ്കിന്റെ വിളിയാളം കേൾക്കുന്നത് വരെ ദുആ ചെയ്തിട്ട് അല്ലാഹു തആല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങുന്ന സമയമാണല്ലോ അത്. അല്ലാഹു തആല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങുന്ന സമയമാണത്. യൻസിലു റബ്ബുനാ തബാറക വ തആല ഇലാ സമാഇ ദുനിയ, ഒന്നാം ആകാശത്തിലേക്ക് അല്ലാഹു തആല ഇറങ്ങി വന്നിട്ട് ഹൽ മിൻ ദാഇൻ,
ആർക്കെങ്കിലും ദുആ ചെയ്യാനുണ്ടോ? ഞാൻ ഉത്തരം തരാമെന്ന് പറയുന്ന സമയമാണത്. ഹൽ മിൻ മുസ്തഗ്ഫിരിൻ, ആർക്കെങ്കിലും ഇസ്തിഗ്ഫാർ ചെല്ലാനുണ്ടോ, പൊറുക്കലിന് തേടാനുണ്ടോ? ഞാൻ പൊറുത്തു തരാമെന്ന് പറയുന്ന സമയമാണത്. ഹൽ മിൻ സായിലിൻ ഫഉതിയ, ആർക്കെങ്കിലും വല്ലതും ചോദിക്കാനുണ്ടോ, ഞാൻ തരാമെന്ന് പറയുന്ന സമയമാണത്. ഏത് സമയം? സുബ്ഹി നിസ്കാരത്തിന്റെ അല്പം മുമ്പുള്ള സമയം, അഥവാ തഹജ്ജുദിന്റെ സമയം. ഒന്നാം ആകാശത്തേക്ക് അല്ലാഹു ഇറങ്ങി വന്നിട്ട് എന്ത് ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കുന്ന, ദുആയിനെ തള്ളിക്കളയാത്ത, ദുആയിനെ നിരസിക്കാത്ത സമയത്ത് അല്ലാഹുവിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കാൻ എണീറ്റ് സുബ്ഹി നിസ്കാരം വരെ, സുബ്ഹിയുടെ ബാങ്കിന്റെ വെളിയാളം വരെ അല്ലാഹുവിനോട് ദുആ ചെയ്ത് സുബ്ഹി ബാങ്ക് വിളിക്കുമ്പോൾ ജമാഅത്തായി സുബ്ഹി നിസ്കാരം നിർവഹിച്ച് അത് കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നത് വരെ കിടന്നുറങ്ങാതെ ദിക്റിലായി അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത് ജീവിക്കുന്ന ആളുകൾ സൂര്യൻ ഉദിക്കുന്ന സമയമായാൽ ഒരു 2 റക്അത്ത് സുന്നത്തും കൂടി നിസ്കരിച്ചാൽ എല്ലാ ദിവസവും പരിപൂർണമായ ഉംറയുടെ പ്രതിഫലമല്ലയോ അല്ലാഹു നമ്മൾക്ക് നൽകുന്നത്? ഉംറയുടെ പ്രതിഫലം അല്ലാഹു നൽകാൻ എങ്ങനെ? സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ച് സൂര്യൻ ഉദിക്കുന്നത് വരെ എവിടെയാണോ നിസ്കരിച്ചത് അവിടെ ഇരുന്ന് സൂര്യൻ ഉദിച്ചാൽ 2 റക്അത്ത് ഇശ്റാഖിന്റെ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിപൂർണമായ ഉംറയുടെ പ്രതിഫലം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അപ്പൊ അങ്ങനെ ഒരു ദിവസം നമ്മൾ തുടങ്ങാണ്. തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്ത് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെ കിടന്നുറങ്ങാതെ പരിശുദ്ധ ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് തുടങ്ങുകയാണ് നമ്മുടെ ഒരു ദിവസം. ഒരു ഉംറയുടെ പ്രതിഫലം കിട്ടി, പരിപൂർണമായ ഉംറയുടെ പ്രതിഫലം കിട്ടി. അത് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് സമയം കഴിഞ്ഞാൽ ളുഹായുടെ സമയമായി. അതും നിസ്കരിച്ച് ളുഹർ നിസ്കരിച്ച് മുമ്പും ശേഷമുള്ള സുന്നത്ത്, അസ്ർ നിസ്കരിച്ച് അസ്റിന്റെ മുമ്പുള്ള സുന്നത്ത്, മഗ്രിബ് നിസ്കരിച്ച് മഗ്രിബിന്റെ ശേഷമുള്ള ഇശാഇന്റെ മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ച് മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിലുള്ള വളരെ വിലപ്പെട്ട സമയം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാൻ, സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യാൻ, 100 കണക്കിന് ഇസ്തിഗ്ഫാറുകൾ ചെല്ലാൻ, 100 സ്വലാത്ത് ചെല്ലാൻ സമയം ഉപയോഗിച്ച് വളരെ വേഗത്തെ കിടന്നുറങ്ങുന്ന ഈ ഒരു ചിട്ടയാണ്, ഈ ഒരു ശൈലിയാണ് നമ്മുടെ ഒരു ദിവസത്തെ ഒരു ജീവിതമെങ്കിൽ ഇതേപോലെ എല്ലാ ദിവസവും നമ്മൾ മുന്നോട്ട് പോയി ആരോടും പകയില്ലാതെ, ആരോടും വിദ്വേഷമില്ലാതെ, ആരോടും ചൊടിയില്ലാതെ മുന്നോട്ട് പോകുന്ന ആളുകളാണെങ്കിൽ ഇൻഷാ അല്ലാഹ് വീടിനേക്കാൾ നല്ല വീട് നമ്മൾക്ക് ഖബറിൽ പ്രതീക്ഷിക്കാം, ഭാര്യയേക്കാൾ നല്ല ഭാര്യ ഖബറിൽ പ്രതീക്ഷിക്കാം, ഭർത്താവിനേക്കാൾ നല്ല ഭർത്താവ് ഖബറിൽ പ്രതീക്ഷിക്കാം, മക്കളെക്കാൾ നല്ല മക്കള്, അയൽവാസികളെക്കാൾ നല്ല അയൽവാസികൾ, കുടുംബക്കാരെക്കാൾ നല്ല കുടുംബം, ഇതെല്ലാം നമ്മുടെ ഖബറിൽ പ്രതീക്ഷിക്കാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞൊരു സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്ത് സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്ത് വളരെ നേരത്തെ കിടന്നുറങ്ങുന്ന ഒരു സ്വഭാവം നമ്മൾക്കുണ്ടായി. എന്നിട്ട് എല്ലാ ദിവസവും നമ്മുടെ ചിട്ട ഇതാണ്. തഹജ്ജുദിനാണ് നമ്മൾ ഉണരുന്നത്. സുബഹി ബാങ്കിന്റെ അരമണിക്കൂർ മുമ്പാണ് നമ്മൾ ഉണരുന്നത്. സുബഹി ബാങ്ക് കഴിഞ്ഞാൽ ജമാഅത്തായി നിർവഹിച്ച് സൂര്യൻ ഉദിക്കുന്നത് വരെ നമ്മൾ കിടന്നുറങ്ങുന്നില്ല. സൂര്യൻ ഉദിച്ചാൽ ഉടനെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, 20 മിനിറ്റ് കഴിഞ്ഞാൽ 4 റക്അത്ത് ളുഹാ, പിന്നെ ളുഹർ മുമ്പും ശേഷമുള്ള സുന്നത്ത്, അസ്ർ മുമ്പുള്ള സുന്നത്ത്, മഗ്രിബ് മുമ്പും ശേഷമുള്ള സുന്നത്ത്, ഇശാ മുമ്പും ശേഷമുള്ള സുന്നത്ത്. എന്നിട്ട് വളരെ വേഗത്തിൽ കിടന്നുറങ്ങി. ഒരാളോടും അസൂയയില്ല, ഒരാളോടും പകയില്ല, ഒരാളോടും വൈരാഗ്യമില്ലാതെ ജീവിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഖബറിടങ്ങളെ സ്വർഗീയമാക്കി മാറ്റാൻ നമ്മൾക്ക് സാധിക്കും. പുഞ്ചിരിയോടെ ഖബറിടത്തിലേക്ക് കടന്നു പോകാനും സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ, വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബാക്കളോട് പറഞ്ഞത്, യത്വലിഉ അലൈക്കുമുൽ ആന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന.
നിങ്ങളിലേക്ക് സ്വർഗക്കാരനായ ഒരാൾ ഇതാ കടന്നു വരികയാണ്. സ്വർഗക്കാരനായ ഒരാൾ നിങ്ങളിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. സ്വഹാബാക്കളൊക്കെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നു അയാൾ ആരാണെന്നറിയാൻ. നോക്കുമ്പോ ഇടത് കൈയിൽ ചെരുപ്പ് പിടിച്ച് വുളൂ ചെയ്ത വെള്ളം ചാടിരോമങ്ങളിൽ നിന്നിട്ട് വീഴുന്ന ഒരു ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് കടന്നു വരികയാണ്. അയാളാണ് സ്വർഗക്കാരൻ. സഹാബാക്കൾക്ക് കൂടുതൽ പരിചയമുള്ള ആളല്ല ഇയാൾ. രണ്ടാമത്തെ ദിവസവും അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതേപോലെ ക്ലാസ് എടുത്ത് വഅദ് പറയുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, യത്വലിഉ അലൈക്കുമുൽ ആന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. നിങ്ങളിലേക്ക് സ്വർഗ്ഗക്കാരനായ ഒരാൾ ഇതാ കടന്നു വരാൻ പോവുകയാണ്. ഇന്നലത്തേതുപോലെ ഇന്നും സ്വഹാബാക്കൾ തിരിഞ്ഞു നോക്കി, ആരാണ് അയാൾ? ഇന്നലെ വന്ന അതേ വ്യക്തി ഇടത് കൈയിൽ ചെരുപ്പ് പിടിച്ച് തന്റെ താടി രോമങ്ങളിൽ നിന്ന് വുളൂഇന്റെ വെള്ളമുറ്റിക്കൊണ്ട് ഒരാൾ കടന്നു വന്നു. മൂന്നാമത്തെ ദിവസവും അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഅദ് പറയുമ്പോ അവിടെ നിന്ന് പറഞ്ഞു, യത്വലിഉ അലൈക്കുമുൽ ആന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. സ്വർഗ്ഗക്കാരൻ നിങ്ങളിലേക്ക് കടന്നു വരുമെന്ന് പറഞ്ഞപ്പോ സഹാബാക്കൾ തിരിഞ്ഞു നോക്കി. മൂന്നാമത്തെ ദിവസവും കടന്നു വന്നത് അതേ വ്യക്തിയാണ്. അപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എന്തേ ഇയാൾ സ്വർഗ്ഗത്തിലാണെന്ന് പറയാനുള്ള കാരണം, ഇയാൾ സ്വർഗത്തിന്റെ അവകാശിയാണ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയാൻ വേണ്ടി ആ സഹോദരന്റെ പിന്നാലെ കൂടിയ ചരിത്രം നമ്മൾക്കറിയാം. വീട്ടിലേക്ക് എത്തിയപ്പോ, നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ എനിക്ക് അവസരം തരുമോ? ഞാൻ എന്റെ വീട്ടുകാരുമായി പിണക്കത്തിലാണ്, ഞാൻ എന്റെ വീട്ടുകാരുമായി ചൊടിയിലാണ്, അതുകൊണ്ട് നിങ്ങളുടെ കൂടെ താമസിക്കാൻ എനിക്ക് അവസരം തരുമോ എന്ന് ചോദിച്ചപ്പോ വളരെ സന്തോഷത്തോടെ അവസരം നൽകി. രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് അദ്ദേഹം കിടന്നുറങ്ങുമ്പോ അബ്ദുല്ലാഹി ഇബ്നുൽ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങാതെ കാത്തിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് പ്രത്യേകമായ അമലുണ്ടോ എന്നറിയാൻ, രാത്രി ഉറങ്ങാതെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണോ എന്നറിയാൻ, രാത്രി ഉറങ്ങാതെ ഖുർആൻ ഓതുന്ന ആളാണോ എന്നറിയാൻ, രാത്രി ഉറങ്ങാതെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ആളാണോ എന്നറിയാൻ നോക്കുമ്പോ അദ്ദേഹം വളരെ മനോഹരമായി മൂടി പുതച്ച് കിടന്നുറങ്ങുകയാണ്. പ്രത്യേകമായ ഒരു അമൽ അദ്ദേഹത്തിൽ കാണാനില്ല. സുബഹി നിസ്കാരത്തിന്റെ അല്പം മുമ്പേ തഹജ്ജുദിന് അയാൾ എണീറ്റു, സുബഹി നിസ്കരിച്ചു. ഒരു ദിവസം കഴിഞ്ഞു, പ്രത്യേകമായ ഒരു അമൽ കണ്ടില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ ദിവസവും ഇയാളെ തന്നെ നോക്കി നിന്നു. സ്വർഗത്തിലേക്ക് പോകാൻ മാത്രം എന്ത് പ്രത്യേകതയാണ് ഈ ചെറുപ്പക്കാരനുള്ളത് എന്നറിയാൻ വേണ്ടി രണ്ടാമത്തെ ദിവസവും പ്രത്യേകമായ ഇബാദത്തില്ല. രാത്രി ഉറക്കൊഴിച്ചുകൊണ്ടുള്ള നിസ്കാരമോ ഖുർആനോ ഇസ്തിഗ്ഫാറോ ഇല്ല. തഹജ്ജുദ് നിസ്കരിക്കാൻ ഉണരുന്നുണ്ട്, ജമാഅത്തായി നിസ്കരിക്കാറുണ്ട്. 3 ദിവസമായി പ്രത്യേകമായ ഒരു അമല് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു കാണാതിരുന്നപ്പോ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, എന്നാൽ ഞാൻ ഇനി പോയിക്കോട്ടെ, ഞാൻ പോയിക്കോട്ടെ, പക്ഷേ ഞാൻ എന്റെ വീട്ടുകാരുമായി മാറി നിൽക്കാൻ മാത്രം പിണക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഞാൻ എന്റെ വീട്ടുകാരുമായി മാറി നിൽക്കാൻ മാത്രം തെറ്റിയിട്ടൊന്നുമില്ല. ഞങ്ങളിങ്ങനെ വഅദ് കേൾക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗ്ഗക്കാരൻ കടന്നു വരുമെന്ന് പറഞ്ഞപ്പോ 3 ദിവസവും കടന്നു വന്നത് നിങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് സ്വർഗത്തിലെത്താനുള്ള എന്ത് അമലാണ്, എന്ത് പ്രത്യേകതയാണ് നിങ്ങൾക്കുള്ളത്, അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ വീട്ടിൽ താമസിച്ചത് എന്ന് പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, എനിക്ക് പ്രത്യേകമായ അമലൊന്നുമില്ല, ഞാൻ കിടന്നുറങ്ങുമ്പോൾ എനിക്കൊരാളോടും വെറുപ്പില്ല, ഒരാളോടും വിദ്വേഷമില്ല, ഒരാളോടും വൈരാഗ്യമില്ല, ഒരാളോടും ചൊടിയില്ല, പിണക്കമില്ല. ഞാൻ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ പുഞ്ചിരിയോടെയാണ് എല്ലാവരോടും പെരുമാറാറുള്ളത്. ആരോടും ഞാൻ ദേഷ്യപ്പെടാറില്ല, ആരോടും ഞാൻ പിണങ്ങാറില്ല, ആരോടും ഞാൻ ചൊടിക്കാറില്ല, ആരോടും എനിക്ക് അസൂയയില്ല. എല്ലാവരെ കുറിച്ചും നല്ലതേ ഞാൻ ചിന്തിക്കാറുള്ളൂ. പോസിറ്റീവായി ചിന്തിക്കുന്ന, പോസിറ്റീവായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടായിരിക്കണം അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞത്. ഇത് കേട്ടപ്പോ
മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്നാൽ അത് തന്നെയാണ് കാര്യം. ആരോടും വെറുക്കാത്ത മനസ്സുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതല്പം പ്രയാസമാണ്. ആരോടും പിണങ്ങാത്ത, വൈരാഗ്യമില്ലാത്ത, അസൂയയില്ലാത്തൊരു മനസ്സുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു സൗഭാഗ്യത്തിന്റെ ഉടമയാണ്, അടയാളമാണ്. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അള്ളാഹുവിന്റെ ഉഖ്റവിയായ പാരത്രികമായ ലോകത്ത് സമ്പാദ്യങ്ങൾ കൊണ്ട് യാതൊരു ഉപകാരമില്ലാത്തൊരു കാലം വരാനുണ്ട്. മക്കളെ കൊണ്ട്, സന്താനങ്ങളെ കൊണ്ട് ഉപകാരമില്ലാത്തൊരു കാലം വരാനുണ്ട്. അവിടെ രക്ഷപ്പെടുന്നത് ആരാണ്? ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ആരുടെ മനസ്സാണോ നല്ല മനസ്സ്, അസൂയയില്ലാത്ത, പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, വൈരാഗ്യമില്ലാത്ത, ആരോടും പിണക്കമില്ലാത്ത മനസ്സ് ആർക്കാണോ ഉള്ളത്, അഥവാ സംശുദ്ധമായ മനസ്സ് ആർക്കാണോ ഉള്ളത്, അവർക്കാണ് അല്ലാഹു സ്വർഗം നൽകുന്നത് എന്ന് പറയുമ്പോ ഇൻഷാ അല്ലാഹ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ദിവസത്തെ ചിട്ട ഇങ്ങനെയായി. ആരോടും പിണങ്ങാതെ എല്ലാവരോടും നല്ലത് മാത്രം പറഞ്ഞ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്ത് നമ്മുടെ ദിവസങ്ങൾ നീക്കാൻ നമ്മൾ തയ്യാറായി ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ മാലാക്കമാര് പറയുന്നത് പോലെ അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ പേടിക്കേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്ന, വഅബ്ശിറൂ ബിൽ ജന്ന. അല്ലാഹുവിന്റെ സ്വർഗം നിങ്ങൾക്കുള്ളതാണ്. ഈ സ്വർഗം കാണിച്ചുകൊണ്ടാണ് ഇത്തരം ആളുകൾ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോകുന്നത്. സ്വർഗം കണ്ടുകൊണ്ടാണ് ഇത്തരം ആളുകൾ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോകുന്നത്. മഹാന്മാരായ സഹാബാക്കൾ, താബിഈങ്ങൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വളരെ പ്രഗൽഭരായ ഉലമാക്കൾ, നേതാക്കന്മാരൊക്കെ നമ്മൾക്ക് കാണിച്ചു തന്ന വഴിയാണിത്. പുഞ്ചിരിയോടെ മരിക്കുക എന്നുള്ളത്, പുഞ്ചിരിയോടെ മടങ്ങാൻ അല്ലാഹു പഠിപ്പിച്ചു തന്ന വഴി. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, മുസ്ലിമാവുക. നമ്മളൊക്കെ മുസ്ലിമാവാൻ ഭാഗ്യം ലഭിച്ച ആളുകളാണ്. ഇനി നമ്മുടെ മുമ്പിലുള്ള കടമ്പ സുമ്മസ്തഖാമു, പിന്നെ അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കണം. അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കാൻ തയ്യാറാവണം. തെറ്റ് വന്നാൽ ഉടനെ ഇസ്തിഗ്ഫാർ ചൊല്ലി തൗബ ചെയ്ത് മടങ്ങാൻ തയ്യാറാവണം. തെറ്റ് വന്നാൽ ഉടനെ ഇസ്തിഗ്ഫാർ ചൊല്ലി തൗബ ചെയ്ത് മടങ്ങാൻ തയ്യാറാവണം. ഇത്തരം ആളുകൾക്ക് പുഞ്ചിരിയോടെ അല്ലാഹുവിലേക്ക് മടങ്ങാമെന്ന് അല്ലാഹു പറയുന്നുണ്ട്. എങ്ങനെ? തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ മാലാക്കമാർ ഇറങ്ങി വരികയാണ്. അല്ലാ തഖാഫു, നിങ്ങൾക്ക് പേടി വേണ്ട. വലാ തഹ്സനു, നിങ്ങൾക്ക് ദുഃഖം വേണ്ട. വഅബ്ശിറൂ ബിൽ ജന്ന, സ്വർഗം നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞ് സ്വർഗം കാണിച്ചുകൊണ്ടാണ് ഇത്തരം ആളുകളെ കൊണ്ടുപോകുന്നത്. ഇവർ അല്ലാഹുവിനെ കാണാൻ വളരെ താല്പര്യത്തോടെയാണ് പോകുന്നത്. പെട്ടെന്ന് കൊണ്ടുപോകാൻ ഇവർ ആഗ്രഹിക്കുകയാണ്, പെട്ടെന്ന് ഖബറിൽ വെക്കാൻ ഇവർ ആഗ്രഹിക്കുകയാണ്. മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, മുഅ്മിനീങ്ങളെ ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഉള്ള സമയം മാക്സിമം ഉപയോഗിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് വളരെ വേഗത്തിൽ തന്നെ പറയുന്നത്. മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഒരുപാട് മനുഷ്യന്മാരെ നോക്കുകയുണ്ടായി, ഒരുപാട് ഒരുപാട് അള്ളാഹുവിന്റെ സൃഷ്ടികളെ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. എല്ലാ ആളുകൾക്കും ഓരോ ചങ്ങാതിമാരുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. സ്നേഹിതന്മാരില്ലാത്ത ആളുകളില്ല, ചങ്ങാതിമാരില്ലാത്ത ആളുകളില്ല, കാമുകന്മാരും കാമുകിമാരും ഇല്ലാത്ത ആളുകൾ വളരെ കുറവാണ്. ചുരുക്കി പറഞ്ഞാൽ മനസ്സിന്റെ ഭാഗമായി തന്റെ മനസ്സിലേക്ക് ചേർത്തി വെക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾക്ക് കാണാമെന്ന് മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു. അതേപോലെ നമ്മൾക്കുമുണ്ട് ഒരുപാട് ചങ്ങാതിമാർ. നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നവരാണ്, ഭാര്യയെ സ്നേഹിക്കുന്നവരാണ്, ചങ്ങാതിമാരെ സ്നേഹിക്കുന്നവരാണ്, നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ കുടുംബക്കാരെ, നമ്മുടെ നാട്ടുകാരെ, നമ്മുടെ ഉസ്താദുമാരെ, ഇവരിൽ പലരോടുമായി ഒരിക്കലും മുറിച്ചു മാറ്റാൻ പറ്റാത്ത അഭേദ്യമായ ബന്ധമാണ് നമ്മൾക്കുള്ളത്. എന്നാൽ ഈ സ്നേഹിതന്മാർ, ഈ ചങ്ങാതിമാരൊക്കെ എവിടം വരെയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്? എത്ര കാലം നമ്മുടെ കൂടെയുണ്ടാകും? എത്ര കാലം നമ്മൾക്ക് സേവനം ചെയ്യും? എത്ര കാലം നമ്മളെ സുഖിപ്പിക്കും? എത്ര കാലം നേരം പോക്കിന് നമ്മുടെ കൂടെയുണ്ടാകും? ഏറിപ്പോയാൽ നമ്മുടെ മരണം വരെ അവർ നമ്മുടെ കൂടെയുണ്ടാകും.
നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെയുണ്ടാകും. ചില ആളുകൾ മരിച്ചു എന്നറിഞ്ഞാൽ മയ്യിത്ത് കാണാൻ വേണ്ടി വീട്ടിലേക്ക് കടന്നു വന്നിട്ട് നമ്മുടെ മുഖം മറച്ചിരിക്കുന്ന ആ ഒരു തുണി മാറ്റി നോക്കി, നമ്മുടെ മുഖം നോക്കി അതേപോലെ മടക്കി വെച്ച് ചില ആളുകൾ അവരുടെ തിരക്ക് കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോകും. എന്നാൽ ഒരിക്കലും മുറിച്ചു മാറ്റാൻ കഴിയാത്ത അത്രയും വളരെ അടുത്ത ബന്ധക്കാരായ ആളുകൾ മയ്യിത്ത് കുളിപ്പിക്കുന്നത് വരെ കാത്തു നിന്ന് ചില ആളുകൾ ജനാസ പിന്തുടർന്ന് പള്ളിയിലേക്ക് എത്തി മയ്യിത്ത് നിസ്കരിക്കാൻ നിൽക്കും. എന്നിട്ട് ചില ആളുകൾ പോകും. എന്നാൽ ചില ആളുകൾ ആ മയ്യിത്തിനെ ഖബറിലേക്ക് കൊണ്ടുപോയി മിൻഹാ ഖലഖനാകും, ഈ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്, ഈ മണ്ണിലേക്ക് നിന്നെ മടക്കുന്നു, ഈ മണ്ണിൽ നിന്ന് നിന്നെ ഞാൻ വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ, ഈ മണ്ണിൽ നിന്ന് ഞാൻ നിന്നെ പുനർജനിപ്പിക്കുമെന്നുള്ള ദിക്റ് ചൊല്ലി ആ ഖബറിലേക്ക് മണ്ണ് വാരി എറിഞ്ഞ് ഖബറിൽ നിന്ന് തിരിച്ചു പോകും. ഖബറിലേക്ക് ഒരാളും കടന്നു വരില്ല, ഖബറിലേക്ക് ഒരാളും കടന്നു വരില്ല. എത്ര സ്നേഹിച്ച ഉപ്പയാണെങ്കിലും ശരി, എത്ര സ്നേഹിച്ച ഉമ്മയാണെങ്കിലും ശരി, മക്കളാണെങ്കിലും ശരി, ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും ചങ്ങാതിമാരാണെങ്കിലും ഏറ്റവും അടുത്ത ചങ്ങാതിമാരാണെങ്കിലും ഒരാളും നമ്മുടെ ഖബറിലേക്ക് കടന്നു വന്ന് നമ്മുടെ കൂടെ കിടക്കാൻ തയ്യാറാവൂല. മറമാടലോടുകൂടി എല്ലാവരും അകലുകയാണ്. അന്ന് മുതൽ ഞാൻ ആലോചിച്ചു, ഈ ചങ്ങാതിമാരെ കൊണ്ട് എനിക്ക് ഉപകാരമില്ല എന്ന്, ഈ സ്നേഹിതന്മാരെ കൊണ്ട് എനിക്കൊരു പ്രയോജനമില്ല എന്ന്, ഈ കുടുംബക്കാരെ കൊണ്ട് എന്ത് നേട്ടമാണ് എനിക്കുള്ളത്? ഖബർ എന്ന് പറയുന്നത് അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ബർസഖിയായ പാരത്രിക ലോകത്തെ ആദ്യത്തെ വീടല്ലയോ ഖബർ. അവിടെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കൂടെ വരുന്നവനല്ലേ യഥാർത്ഥ ചങ്ങാതി, അവിടെ ഇരുട്ടറയാകുമ്പോൾ പ്രകാശിപ്പിക്കുന്നവനല്ലേ യഥാർത്ഥ ചങ്ങാതി, അവിടെ ഇടുങ്ങുമ്പോൾ വിശാലമാക്കുന്നവനല്ലേ യഥാർത്ഥ ചങ്ങാതി. നേരം പോക്കിന് വേണ്ടി കൂടെ ഇരുന്നിട്ട് ഖിയാമത്ത് നാൾ വരെ സമയം ചെലവഴിക്കാൻ വേണ്ടി എന്റെ കൂടെ കടന്നു വരുന്നവരല്ലേ യഥാർത്ഥ ചങ്ങാതി. അതുകൊണ്ട് എന്റെ കൂടെ ഖബറിലേക്ക് കടന്നു വന്നിട്ട് ആരൊക്കെയാണ് എന്റെ ഖബറിടത്തിൽ വെച്ച് എന്നെ സുഖിപ്പിക്കുന്നത്, ആ ആളുകൾ മാത്രം മദീനി എനിക്ക് ചങ്ങാതിമാരായി. ഖബറിൽ നിന്ന് തിരിച്ചു പോകുന്ന ഒരാളും എനിക്ക് ചങ്ങാതി വേണ്ട എന്നൊരു തീരുമാനമെടുത്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ ഖബറിലേക്ക് കടന്നു വരുന്ന ചങ്ങാതിമാരാരൊക്കെയാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി. എല്ലാവരും ഖബറിടം വരെ കടന്നു വന്നിട്ട് ഖബറിടത്തിൽ നിന്ന് എല്ലാവരും തിരിച്ചു പോകുമ്പോ ഖബറിടത്തിലേക്ക് വരുന്ന ചങ്ങാതിമാർ ആരൊക്കെയാണ് എന്ന്, ബഅദ മൗതിഹി, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഖബറിടത്തിലേക്ക് കടന്നു പോകുന്ന ചില കൂട്ടുകാരുണ്ട്, ചില ചങ്ങാതിമാരുണ്ട്. അവരാരൊക്കെയാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന്, ഇൽമൻ അല്ലമഹു വനശറ, നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്ത ഇൽമ്, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത ഇൽമ്, ജനങ്ങൾക്ക് വാദ പറഞ്ഞു കൊടുത്തത്, മദ്രസയിൽ വെച്ച് ക്ലാസ് എടുത്തു കൊടുത്തത്, പള്ളിയിൽ വെച്ച് ക്ലാസ് എടുത്തു കൊടുത്തത്, പരസ്പരം കാണുമ്പോൾ ഇൽമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തത്, സോഷ്യൽ മീഡിയകളിൽ വാദകൾ നമ്മൾ അപ്ലോഡ് ചെയ്തത്. സോഷ്യൽ മീഡിയകളിൽ ഓൺലൈനിലൂടെ, ഫേസ്ബുക്കിലൂടെ, വാട്സപ്പിലൂടെ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത നമ്മുടെ വാദകൾ ഇൽമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഇതൊക്കെയാണ് നമ്മുടെ ഖബറിലേക്ക് കടന്നു വരുന്ന ചങ്ങാതിമാർ. നമ്മുടെ സംഘാടകർ, നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ നമ്മുടെ മദ്രസയെ പുനർനിർമ്മിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വലിയൊരു സുവർണാവസരമാണ്. ഖബറിലേക്ക് കടന്നു വരാനുള്ള വലിയൊരു മുതൽക്കൂട്ടാണത്. ഖബറിലേക്ക് കടന്നു വരാനുള്ള വലിയൊരു ചങ്ങാതിയാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടിൽ ഇനി പുനർനിർമ്മിക്കാനുള്ള നമ്മുടെ മദ്രസ. കാരണം ആ മദ്രസയിലേക്ക് 100 കണക്കിന് വിദ്യാർത്ഥികൾ ഇൽമ പഠിക്കുമ്പോ എത്ര കുട്ടികളുണ്ട് ഇവിടെ? ഏകദേശം എത്ര ഉണ്ടാവും മദ്രസയിൽ? 240 കുട്ടികൾ എന്ന് പറഞ്ഞാല് അതില് ഭൂരിഭാഗം ഏകദേശം ഒരു പകുതി 5 രാത്രി ഉണ്ടാവും മദ്രസ, പകലല്ല. സുബഹി നിസ്കാരം കഴിഞ്ഞ് ഒരു 6:30 മണിക്ക് നമ്മുടെ മദ്രസ തുടങ്ങുമ്പോ ഫാത്തിഹ ഓതി പാരായണം ചെയ്ത് നമ്മുടെ മദ്രസ തുടങ്ങുകയാണ്. 240 വിദ്യാർത്ഥികളുടെ ഫാത്തിഹയുടെ പ്രതിഫലം മരിച്ചു കിടക്കുന്ന നമ്മുടെ ഖബറിലേക്ക് കടന്നു വരുന്ന കൂട്ടുകാരാണ്.
240 വിദ്യാർത്ഥികൾ ആദ്യത്തെ അരമണിക്കൂർ ആദ്യത്തെ പീരീഡ് ചെലവഴിക്കുന്നത് ഖുർആൻ ഓതാനാണ്. ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എല്ലാ ദിവസവും 240 വിദ്യാർത്ഥികളുടെ ഖുർആൻ ഓതുന്നതിന്റെ പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് ഡെയിലി ദിവസവും കടന്നു വരുന്ന ഒരു കൂട്ടുകാരനാണ് നമ്മുടെ മദ്രസ നിർമ്മിക്കാൻ നമ്മൾ സഹായിച്ചാൽ എത്രയാണോ നൽകുന്നത് അതിനനുസരിച്ചിട്ടാണ് അത് അദ്ആഫൻ മുളാഫയായി വരിക. 240 എന്ന് പറഞ്ഞാൽ 240 അല്ല, അവരൊരു ഹർഫ് ഖുർആൻ ഓതുമ്പോൾ 10 ഹസനത്ത് ഓൾറെഡി നമ്മൾക്ക് കിട്ടുകയാണ്. എന്നാൽ നമ്മൾ നൽകുന്ന സ്വതഖ നമ്മുടെ വരുമാനത്തിന്റെ ഭീമമായൊരു തുകയാണെങ്കിൽ, കോടിക്കണക്കിന് വരുമാനമുള്ളവൻ 1 ലക്ഷം കൊടുത്താൽ അവന് കിട്ടുന്ന ഓഹരിയും, ആകെ 10,000 വരുമാനമുള്ളവൻ 100 രൂപ കൊടുത്താൽ അവന് കിട്ടുന്ന ഓഹരിയും സമമാണ്. അതിൽ യാതൊരു വ്യത്യാസമില്ല. മനസ്സിലാക്കണം. കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള ആളുകൾ 1 ലക്ഷം കൊടുക്കുന്നത്, 10,000 രൂപ വരുമാനമുള്ളവൻ 100 കൊടുക്കുന്നതും സമമാണ്. 2 പേർക്കും ഖബറിൽ ഒരേ പ്രതിഫലമാണ്. എന്നാൽ കോടിക്കണക്കിന് രൂപ വരുമാനമുള്ളവൻ ഒരു 50 ലക്ഷം, ഒരു 10 ലക്ഷം, ഒരു 20 ലക്ഷം മദ്രസയിലേക്ക് ഞാൻ കൊടുക്കാം, അങ്ങനെ കൊടുക്കുമ്പോഴാണ് അവന്റെ പ്രതിഫലം കൂടുന്നത്. 10,000 രൂപ വരുമാനമുള്ളവൻ ഇൻഷാ അല്ലാഹ് എന്റെ വരുമാനത്തിന്റെ 50% അഥവാ ഒരു 5,000, 1 ലക്ഷം വരുമാനമുള്ളവൻ എന്റെ വരുമാനത്തിന്റെ, എന്റെ സ്വത്തിൻ്റെതല്ല, എന്റെ സ്വത്തിന്റെ 50% ഒരാൾക്ക് തന്നെ ഇതുപോലെ 5 മദ്രസ എടുക്കാൻ കഴിയും. സ്വത്തിന്റെ 5% തന്റെ ഒരു മാസത്തെ വരുമാനത്തിന്റെ 50% ഞാൻ എന്റെ മദ്രസയിലേക്ക് കൊടുക്കുമെന്ന് തീരുമാനിച്ചാൽ തന്നെ ഇൻഷാ അല്ലാഹ് വളരെ എളുപ്പത്തിൽ അത് ഭംഗിയായി പൂർത്തീകരിക്കാൻ കഴിയും. 240 വിദ്യാർത്ഥികൾ ഉണ്ടാകുമ്പോ ഏകദേശം ഈ നാട്ടിൽ 300ഓളം വീടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓരോ വീട്ടിലുള്ള ഓരോ സഹോദരിമാർ ഒരു സ്വർണം എന്ന രീതിയിൽ എന്റെ ഖബറിടത്തിലേക്ക് കടന്നു വരണമെന്ന നല്ല നീയത്തോടുകൂടെ ആ പ്രസ്തുത മദ്രസ നിർമ്മാണത്തിലേക്ക് വേണ്ടി സഹായിച്ചാൽ ഇൻഷാ അല്ലാഹ് 240 വിദ്യാർത്ഥികളുടെ ഓരോ ഹർഫിനും 10 ഇരട്ടിയല്ല, ലക്ഷോപലക്ഷം ഇരട്ടിയായിട്ട് ഈ മദ്രസ നിലനിൽക്കുന്ന കാലത്തോളം നമ്മുടെ ഖബറിടത്തിലേക്ക് എല്ലാ ദിവസവും കടന്നു വന്നുകൊണ്ടേയിരിക്കും. ഇത് വലിയൊരു കൂട്ടുകാരാണ്. ഇത്തരം കൂട്ടുകാരുടെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. നാട്ടിലെ കൂട്ടുകാർ മരിച്ചാൽ തിരിഞ്ഞു നോക്കാത്തവരാണ്. 2 ദിവസം അവരുടെ മനസ്സിൽ വേദനയുണ്ടാകും. 3-ാമത്തെ ദിവസത്തോടുകൂടി അവരത് മറന്നു പോവുകയാണ്. 3 ദിവസം കഴിഞ്ഞാൽ അവരത് മറന്നു പോവുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മരിച്ചു കഴിഞ്ഞ് ഖബറിൽ നിന്ന് തിരിച്ചു പോകുന്ന ചങ്ങാതിമാർ ഒരുപാട് സൃഷ്ടിക്കുന്നതിന് പകരം മരിച്ചു നമ്മുടെ ഖബറിൽ കിടക്കുമ്പോൾ ഖബറിൽ ഉപകരിക്കുന്ന ചങ്ങാതിമാരുടെ കൂടെ നമ്മൾക്ക് നിൽക്കാം. ആരാണ് ആ കൂട്ടുകാർ? ആരാണ് ആ ചങ്ങാതിമാർ? ഇൽമൻ അല്ലമഹു വനശറ, ജനങ്ങളിലേക്ക് ഇൽമ എത്തിച്ചു കൊടുക്കുന്ന ആളുകളാണ്. എല്ലാവർക്കും വഅദ് പറയാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല, എല്ലാവർക്കും എഴുതാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ചില ആളുകൾ വഅദ് പറയും, ചില ആളുകൾ അത് കേൾക്കും, ചില ആളുകൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കും. ചില ആളുകൾ ഇതുപോലെ മദ്രസയും പള്ളിയും നിർമ്മിക്കുമ്പോ മദ്രസ എന്ന് പറയുന്നത് ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി അള്ളാഹുവിന്റെ മഹത്തായ ഒരു സൗധമാണല്ലോ, ജനങ്ങൾക്ക് ഇൽമ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനമാണല്ലോ. ജനങ്ങൾക്ക് നമ്മുടെ മദ്രസയിലേക്ക് വരുന്ന ചെറിയ പിഞ്ചോമന മക്കൾക്ക് നമ്മുടെ ദീനിന്റെ ബാലപാഠം മുതൽ ഫിഖ്ഹും താരീഖും ഖുർആനും തഫ്സീറും പഠിപ്പിക്കുന്ന ഒരു സാംസ്കാരിക മേഖലയാണല്ലോ നമ്മുടെ മദ്രസ. ആ മദ്രസയിലേക്ക് ഇൻഷാ അല്ലാഹ് എന്റെ ഒരു സ്വർണം, എന്റെ വക ലക്ഷങ്ങൾ, എന്റെ വക 10,000 എന്ന് നേർച്ച ചെയ്തിട്ട് ഈ മദ്രസയിൽ യാതൊരു ബാധ്യതയോ യാതൊരു കടങ്ങളോ ഇല്ലാതെ ഈ കിട്ടുന്ന അവസരം മുതലെടുത്ത് ഈ ഇൽമ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സഹായിച്ചാൽ ഇൻഷാ അല്ലാഹ് ഇത് നിലനിൽക്കുന്ന കാലത്തോളം നമ്മുടെ ഖബറിടത്തിലേക്ക് നമ്മുടെ ഇഖ്ലാസ് പോലെ അല്ലാഹു പ്രതിഫലങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. ഇത് വലിയൊരു മുതൽക്കൂട്ടാണ്. ഇത് നിങ്ങൾക്ക് സുവർണാവസരമായി കണ്ട് ഒരാളും നഷ്ടപ്പെടുത്താതെ നാളേക്കുള്ള ബിസിനസ്സിൽ എല്ലാവരും പങ്കാളികളാവുക. നഷ്ടമില്ലാത്ത കച്ചവടത്തിൽ എല്ലാവരും ഒരു ഷെയർ വാങ്ങിക്കണം. നഷ്ടമില്ലാത്ത ലാഭം മാത്രമുള്ള കച്ചവടമാണിത്. ഈ ലാഭം മാത്രമുള്ള കച്ചവടത്തിൽ എല്ലാവരും പങ്കാളികളായി ആഖിറത്തിലേക്ക് ഒരു ഡെപ്പോസിറ്റ് തയ്യാറാക്കി വെക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖബറിലേക്ക് വരുന്ന ഒരു കൂട്ടുകാരൻ ഇതൊക്കെയാണ്. 2-ാമത്തെ കൂട്ടുകാരൻ വവലദൻ സാലിഹൻ തറകഹു, അവൻ നാളെ മരിച്ചു പോകുമ്പോൾ ഇവിടെ ഇട്ടേച്ചു പോകുന്ന
ഇവിടെ ബാക്കി വെച്ചു പോകുന്ന സ്വാലിഹീങ്ങളായ മക്കൾ നമ്മുടെ കബറിടത്തിലേക്കുള്ള മുതൽക്കൂട്ടാണ്. എങ്ങനെയാണ് നമ്മുടെ മക്കൾ നമ്മുടെ മുതൽക്കൂട്ടാകുന്നത്? അല്ലബ്നാഉ അമാനത്തും ഫീ അനാഖികും. മക്കൾ എന്ന് പറയുന്നത് അല്ലാഹു നമ്മൾക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലാണ് ഉമ്മമാരെ. മക്കൾ എന്ന് പറയുന്നത് അല്ലാഹു നിങ്ങളുമായി യാദൃച്ഛികമായി തന്ന ഒരു മകനല്ല. നിങ്ങൾ രണ്ടുപേരും കിടപ്പറ പങ്കിടുമ്പോ യാദൃച്ഛികമായി അല്ലാഹു തരുന്ന ഒരു സമ്മാനമല്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് സൂക്ഷിക്കാൻ, താൽക്കാലികമായി സൂക്ഷിക്കാൻ വേണ്ടി നിങ്ങളെ ഏൽപ്പിച്ചൊരു മുതലാണത്. അല്ലബ്നാഉ അമാനത്തും ഫീ അനാഖികും. നിങ്ങളുടെ പിരടിയിൽ പൂർണ്ണമായ ഉത്തരവാദിത്തമുണ്ട് ആ മക്കളുടെ. കാരണം നിങ്ങൾക്ക് അല്ലാഹു സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാണ്. എപ്പോഴാണോ തിരിച്ചു ചോദിക്കുന്നത് അപ്പോൾ ആ മകന് തിരിച്ചു കൊടുക്കണം, ആ മകളെ തിരിച്ചു കൊടുക്കണം. കൊടുക്കുമ്പോൾ വെറുതെ അങ്ങ് കൊടുത്താൽ പോരാ, സാലിഹാക്കി തിരിച്ചു കൊടുക്കേണ്ടത് ഉമ്മയുടെ ഉപ്പയുടെ ബാധ്യതയാണ്. മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ദൂരെ നിന്ന് യാത്ര ചെയ്തു വന്നപ്പോ മകൻ മരിച്ചു എന്ന വാർത്ത മറച്ചു വെച്ചിട്ട് മനോഹരമായ ഭക്ഷണം ഒരുക്കി കിടപ്പറ മനോഹരമാക്കി വിരിച്ചു വെച്ചിട്ട് തന്റെ ഭർത്താവിന്റെ കൂടെ കിടപ്പറ പങ്കിട്ടിട്ട് ആ ഭർത്താവിനെ സന്തോഷിപ്പിച്ചതിന് ശേഷം അബൂ ത്വൽഹയുടെ ഭാര്യയായ മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലയോ, ഞങ്ങളുടെ മകൻ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയിരിക്കുകയല്ല. ആ ഉമ്മു സുലൈം പറഞ്ഞത്, നിങ്ങൾ ഒരാളിൽ നിന്ന് വല്ല വസ്തുവും കടം വാങ്ങിച്ചാൽ നിങ്ങളത് തിരിച്ചു കൊടുക്കേണ്ടയോ? അതേ, കൊടുക്കണം. ഒരാളിൽ നിന്ന് വായ്പ വാങ്ങിച്ചാൽ അത് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. എങ്ങനെ കൊടുക്കണം? നേരെ തന്നതുപോലെ കൊടുക്കണം. ഒരാൾ കൊടുത്തില്ലെങ്കിലോ അയാൾ അക്രമിയാണ്. എന്നാൽ എന്റെ പൊന്നാര ഭർത്താവേ, അള്ളാഹു നമ്മൾക്ക് നൽകിയ ഒരു വായ്പയാണ് നമ്മുടെ മകൻ. ആ മകനെ അള്ളാഹു തിരിച്ചു കൊണ്ടുപോയിരിക്കുകയാണ് എന്ന് മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ അള്ളാഹു സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സൂക്ഷിപ്പ് മുതലാണ്, ഒരു വായ്പയാണ് നമ്മുടെ മക്കൾ. എങ്ങനെയാണ് ആ മക്കളെ തിരിച്ചു കൊടുക്കേണ്ടത്? സാലിഹീങ്ങളാക്കി തിരിച്ചു കൊടുക്കൽ ഉപ്പമാരുടെയും ഉമ്മമാരുടെയും ബാധ്യതയാണ്. പക്ഷേ നമ്മുടെ ഉപ്പമാര് ഭൂരിഭാഗം ഗൾഫിലാണ്, ഭൂരിഭാഗം വീടിന്റെ പുറത്താണ്, ഭൂരിഭാഗം കച്ചവടത്തിനും ബിസിനസിനും ജോലിക്ക് വേണ്ടി പുറത്തു പോകുമ്പോ ആ മക്കളുടെ 90% ഉത്തരവാദിത്തവും ഉമ്മയുടെ കയ്യിലാണ്. മക്കള് മോശമായാൽ ആദ്യം ചോദിക്കുക ഉമ്മമാരെ നിങ്ങളോട്, മക്കളോട്. ഉമ്മയെ കുറിച്ചുള്ള കടമയെ കുറിച്ചല്ല അള്ളാഹു ചോദിക്കുക. എന്റെ ഉമ്മയെ നീ ബഹുമാനിക്കാത്തത്, എന്റെ ഉമ്മയെ നീ ആദരിക്കാത്തത്, എന്റെ ഉപ്പയെ നീ ബഹുമാനിക്കാത്തത്, ഉപ്പയോടുള്ള കടമകൾ എന്തേ നീ ചെയ്യാത്തത് എന്നല്ല, മക്കളോടല്ല ആദ്യം ചോദിക്കുന്നത്. ആദ്യം ചോദിക്കുന്നത് ഉമ്മമാരോടാണ്. എന്തേ നിങ്ങൾ നിങ്ങളുടെ മക്കളെ നന്നാക്കാത്തത്? എന്തേ നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്വാലിഹീങ്ങളാക്കാത്തത്? ഇതാണ് ആദ്യത്തെ ചോദ്യം. അതുകൊണ്ട് ഉമ്മമാരുടെ കരങ്ങളിലാണ് 90% മക്കളുടെ ഉത്തരവാദിത്തമുള്ളത്. ഉമ്മമാരാണ് 10 വയസ്സായ മക്കളെ തഹജ്ജുദ് നിസ്കരിക്കാൻ ശീലിപ്പിക്കേണ്ടത്. ഉമ്മമാരാണ് 10 വയസ്സ് മുതലുള്ള മക്കളെ ഖുർആൻ ഓതാൻ ശീലിപ്പിക്കേണ്ടത്. ഉമ്മമാരാണ് സുന്നത്തുകളൊന്നും ഒഴിവാക്കാതെ, ജമാഅത്തൊന്നും ഒഴിവാക്കാതെ സുബഹിക്ക് ശേഷം ഖുർആൻ ഓതാൻ, മഗ്രിബിന്റെ ശേഷം ഖുർആൻ ഓതാൻ, സൂറത്തുൽ മുൽക്കും സൂറത്ത് യാസീനും സൂറത്തുൽ വാഖിഉം പാരായണം ചെയ്യാൻ, ദിവസേന ഇസ്തിഗ്ഫാർ ചൊല്ലാൻ, ദിവസേന സ്വലാത്ത് ചൊല്ലാൻ, അല്ലാഹുവിനെ പേടിച്ച് ജീവിപ്പിക്കാൻ ശീലിപ്പിക്കേണ്ടത് ഉമ്മമാരാണ്. കിടന്നുറങ്ങുമ്പോഴുള്ള മര്യാദ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉമ്മമാരാണ്. ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ശീലങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉമ്മമാരാണ്. ബാത്റൂമിലേക്ക് പോകുമ്പോഴുള്ള മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉമ്മമാരാണ്. കാരണം ഉമ്മയുടെ കൈകളിലാണ് മക്കളുള്ളത്. ഈ ഭാഗത്ത് വല്ല വീഴ്ചയും വന്നാൽ, മക്കളെ വളർത്തുന്നതിൽ വല്ല അപാകതയും വന്നുപോയാൽ, ഇല്ലാ ഹറമ അലൈഹിൽ ജന്ന, സ്വർഗ്ഗം ഹറാമാണെന്നല്ലേ അല്ലാഹു പറഞ്ഞത്? സ്വർഗ്ഗം ഹറാമാണെന്ന് പറഞ്ഞാൽ പിന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമോ? സ്വർഗ്ഗം ഹറാമാണെന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമോ? ഇല്ല. സ്വർഗ്ഗത്തിൽ നരകത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷയുണ്ട്. നരകത്തിന്റെ ശിക്ഷ കഴിഞ്ഞാൽ സ്വർഗ്ഗം കിട്ടുമെന്നുള്ള പ്രതീക്ഷ. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത്. ഇല്ലാ ഹറമ അലൈഹിൽ ജന്ന, അവർക്ക് സ്വർഗ്ഗം ഹറാമാണ് എന്നാണ്. അല്ലാഹു ഒരു ഉത്തരവാദിത്വം നൽകിയിട്ട് അത് ഭംഗിയായി നിർവഹിക്കാതെ ഒരാൾ മരിച്ചുപോയാൽ, അഥവാ മക്കളെ ലഭിച്ച ഉമ്മയും ഉപ്പയും ആ മക്കളെ സാലിഹീങ്ങളാക്കാതെ മരിച്ചുപോയാൽ,
പോയാൽ ആ ഉമ്മയും ഉപ്പയും സ്വർഗത്തിലേക്ക് കിടക്കൂല, സ്വർഗം അവർക്ക് ഹറാമാണ് എന്ന് പറയുമ്പോ ഈ കല്യാണം കഴിക്കുന്നത് എളുപ്പമാണ് എന്ന് വിചാരിക്കണ്ട. നിങ്ങൾ വിചാരിച്ചതുപോലെ കല്യാണം കഴിക്കാൻ എല്ലാവർക്കും വലിയ ആവേശമാണ്, കല്യാണം കഴിക്കാൻ വലിയ താല്പര്യമാണ് നമ്മുടെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ. പക്ഷേ കല്യാണം കഴിച്ച നമ്മുടെ മുമ്പിൽ ഇത്തരം ഒരു ബാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയണം, ഇങ്ങനെ ഒരു കടമ്പയുണ്ട് എന്ന് തിരിച്ചറിയണം. മക്കളെ സാലിഹീങ്ങളാക്കാൻ കഴിയുമെങ്കിൽ മാത്രം മതി, അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരോട് അള്ളാഹു പറഞ്ഞത്, എല്ലാവരും സമ്പത്ത് നോക്കി കല്യാണം കഴിക്കുമ്പോ, എല്ലാവരും കുടുംബം നോക്കി കല്യാണം കഴിക്കുമ്പോ, എല്ലാവരും സൗന്ദര്യം നോക്കി കല്യാണം കഴിക്കുമ്പോ, പൊന്നുമോനെ നീ സൗന്ദര്യം നോക്കണ്ട, നീ സമ്പാദ്യം നോക്കണ്ട, നീ തറവാട് നോക്കണ്ട, നീ നോക്കേണ്ടത് പെണ്ണിന്റെ ദീനാണ്. കാരണം നിന്റെ മകനെ ദീനിയായി വളർത്തൽ നിന്റെ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ അതിന്റെ പേരിൽ നീ നരകത്തിൽ കിടക്കേണ്ടവനാണ്. വലാ തളഊഹാ ഫീ ഗൈരിൽ അക്ഫാ. നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ തഖയ്യറൂ ലിനുതഫിക്കും. ദീനിയായ പെണ്ണെവിടെ, അല്ലാഹുവിനെ പേടിയുള്ള പെണ്ണെവിടെ, അച്ചടക്കമുള്ള പെണ്ണെവിടെ, ഇതാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ കല്യാണം കഴിച്ചാൽ മതി. അവർക്കേ മക്കളെ നന്നാക്കാൻ കഴിയുള്ളൂ. ദുനിയാവിന്റെ പിന്നാലെ ഓടുന്ന പെൺമക്കളെ ഭർത്താവില്ലാത്ത സമയത്ത് തന്റെ ബസ്സിലുള്ള, താൻ യാത്ര ചെയ്യുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാരുമായി, കണ്ടക്ടർമാരുമായി, ബസ് സ്റ്റാൻഡിലുള്ള ആളുകളുമായി, ടെക്സ്റ്റൈൽസിലുള്ള ആളുകളുമായി, പീഡികത്തിണ്ണയിൽ കാണുന്ന ആളുകൾ, നാട്ടുകാരായ ആളുകൾ, മിസ്കോൾ വരുന്ന ആളുകൾ, അവരന്യ പുരുഷനാണ് എന്ന് ബോധമില്ലാതെ അവരുമായി സംസാരിക്കാനും അവരുമായി ബന്ധം വെക്കാനും യാതൊരു മടിയില്ലാത്ത ഇങ്ങനെയുള്ള സുന്ദരി പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നേടാനാണ്? അതിന് പകരം സൗന്ദര്യം നോക്കി പോവല്ല, സമ്പത്ത് നോക്കി പോവല്ല. ദീൻ എവിടെയാണോ ഉള്ളത്, അള്ളാഹുവിനെ പേടിയുള്ള പെണ്ണ് എവിടെയാണോ ഉള്ളത്, അവരെ തെരഞ്ഞു പിടിച്ച് കല്യാണം കഴിച്ചിട്ട് ആ പെണ്ണിൽ നിന്നുണ്ടാവുന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. വവലദൻ സാലിഹൻ തറകഹു. സ്വാലിഹായ ഒരു മകനെ, സ്വാലിഹത്തായ ഒരു മകളെ ഏതെങ്കിലും ഒരു ഉമ്മയോ ഏതെങ്കിലും ഒരു ഉപ്പയോ ഇവിടെ ബാക്കി വെച്ചാൽ നിങ്ങൾക്ക് കബറിടത്തിൽ പേടിക്കാനില്ല. ആ മക്കളുടെ നിസ്കാരം നിങ്ങളുടെ കബറിടത്തിലേക്കുള്ളതാണ്. ആ മക്കൾ നൽകുന്ന സ്വതക്ക നിങ്ങളുടെ കബറിടത്തിലേക്കുള്ളതാണ്. ആ മക്കൾ ഓതുന്ന ഖുർആൻ നിങ്ങളുടെ കബറിടത്തിലേക്കുള്ളതാണ്. അങ്ങനെയല്ലയോ? അങ്ങനെയല്ലയോ? മഹാന്മാർ രേഖപ്പെടുത്തുന്ന ഒരു സംഭവം കാണാം. ഖബറിൽ നിന്ന് ഒരാൾ, കുറെ ആളുകൾ, ആത്മാക്കളെല്ലാം പുറത്തേക്ക് വന്ന് എന്തൊക്കെയോ പൊറുക്കിയെടുക്കുന്ന ഒരു സ്വപ്നം കാണാനിടയായി. ഖബറാളികളെല്ലാം, ഖബറിലുള്ള എല്ലാ ഖബറാളികളും അർദ്ധരാത്രിയായപ്പോൾ ഖബറിന്റെ പുറത്തേക്ക് വന്ന് എന്തൊക്കെയോ പൊറുക്കിയെടുക്കുന്ന സ്വഭാവം, പൊറുക്കിയെടുക്കുന്നത് കാണാനിടയായി. ഒരാൾ മാത്രം മാറി നിൽക്കുന്നു. അയാളോട് ചോദിച്ചു, ഇവരെന്താണ് ഈ പൊറുക്കിയെടുക്കുന്നത്? അയാൾ പറഞ്ഞു, ഈ നാട്ടുകാരോതുന്ന ഖുർആൻ, നാട്ടുകാർ ഹദിയ ചെയ്യുന്ന സ്വതഖ, ബഅലിന്റെ സദസ്സിൽ നിന്ന് ഹദിയ ചെയ്യുന്ന ദിക്റുകൾ, അതെല്ലാം ഖബറാളികൾ ഒരു ആശ്വാസത്തിന് വേണ്ടി പൊറുക്കിയെടുക്കുകയാണ്. എന്നാൽ നിങ്ങൾക്കിത് വേണ്ടേ? നിങ്ങൾ എന്തേ പൊറുക്കിയെടുക്കാത്തത്? നിങ്ങൾ എന്തേ മാറി നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ആ മാറി നിൽക്കുന്ന ഖബറാളി പറഞ്ഞു, ഇന്നാലിന്ന അങ്ങാടിയിൽ, ഇന്നാലിന്ന പട്ടണത്തിൽ ഒരു കടയുണ്ടാകും. ആ കടയിൽ എന്റെ മകനുണ്ട്. ആ മകൻ കച്ചവടം ചെയ്യുന്ന മകനാണ്. ആ മകൻ പരിശുദ്ധമായ ഖുർആൻ ഓതി എന്നും എന്റെ ഖബറിലേക്ക് ഹദിയ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് മാത്രം മതി, എനിക്കത് ധാരാളമാണ്, അതെനിക്ക് ധാരാളമാണ്. എനിക്ക് മറ്റുള്ളവരുടെ ഹദിയ വാങ്ങാനോ പെറുക്കിയെടുക്കാനോ പോകേണ്ട ആവശ്യമില്ല. എനിക്ക് എന്റെ മകൻ തന്നെ ഇഷ്ടം പോലെ എന്റെ ഖബറിടത്തിലേക്ക് തരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഈ സ്വപ്നം കണ്ടതുപോലെ മഹാനായ ആ മനുഷ്യൻ കണ്ട അങ്ങാടിയിലേക്ക് പോവുകയാണ്. അവിടെ എത്തി ആ ഷോപ്പ് അന്വേഷിക്കുന്നത്. അപ്പൊ പറഞ്ഞു, എന്റെ ഉപ്പ മരിച്ചുപോയി, ഞാൻ ഖുർആൻ ഓതി എന്റെ ഉപ്പയുടെ ഖബറിടത്തിലേക്ക് ഹദിയ ചെയ്യുകയാണ് എന്ന്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ സഹോദരൻ സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നം? അന്ന് ഖബറാളികൾ പുറത്തു വന്ന് വാരിക്കോരി പെറുക്കിയെടുക്കുന്നത് കണ്ടതുപോലെ ഇന്നും കാണുകയാണ്. അന്ന് മാറി നിന്ന സഹോദരൻ ഇന്നിവരുടെ കൂട്ടത്തിൽ കൂടി എന്തൊക്കെയോ പെറുക്കിയെടുക്കുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ മകൻ എനിക്കെന്നും ഖുർആൻ ഓതുന്നുണ്ട്, എനിക്കിത് പെറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങളല്ലയോ പറഞ്ഞത്? ഇന്ന് നിങ്ങളത് വാരിക്കോരി എടുക്കുകയാണോ? അപ്പോഴാണ് ആ സഹോദരൻ പറഞ്ഞത്, ഇന്നലെ എനിക്ക് നിത്യമായി ഖുർആൻ ഓതിയിരുന്ന എന്റെ മകൻ ഇന്നലെ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയിരിക്കുകയാണ്. ഇനി എനിക്ക് മറ്റുള്ളവരെ പോലെ ഇവിടേക്ക് കടന്നു വരുന്ന നന്മകൾ വാരിക്കോരി പെറുക്കിയെടുക്കണമെന്ന് പറഞ്ഞപ്പോ സ്വപ്നത്തിൽ നിന്നുണർന്ന് അന്ന് കണ്ട അങ്ങാടിയിലേക്ക് പോയി, അന്ന് കണ്ട പട്ടണത്തിലേക്ക് പോയി.
അന്ന് കണ്ട ഷോപ്പുകാരന്റെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ ആ ചെറുപ്പക്കാരനില്ല. ചോദിച്ചു, എവിടെ ചെറുപ്പക്കാരൻ? ചെറുപ്പക്കാരൻ ഇന്നലെ മരിച്ചുപോയി. മരണം വരെ യാതൊരു പേടിയില്ലാതെ മകൻ ചെയ്യുന്ന മുഴുവൻ നന്മയും ഉമ്മയുടെ ഖബറിടത്തിലേക്കാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് സാലിഹീങ്ങളായ മക്കളെ നമ്മൾക്കുണ്ടാക്കാം.